നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ട്രാൻസ്ഫർ ഫങ്ഷൻസ്, ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് ഇതെല്ലാം പഠിക്കാനുണ്ട്. ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ്, ട്രാൻസ്ഫർ ഫങ്ഷൻസ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ നമ്മളത് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ട്രാൻസ്ഫർ ഫങ്ഷൻ? ഒരു നെറ്റ്വർക്കില് ഒരു ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും അല്ലെ? ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ട് എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിൽ Vi(t) ആണ്. ഇവിടെ ഔട്ട്പുട്ട് V0(t) ആണ്. അപ്പൊ ഫ്രീക്വൻസി ഡൊമെയിനിൽ എസ് ഡൊമെയിനിൽ Vi(s) ആണ്, എസ് ഡൊമെയിനിൽ V0(s) ആണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. അതെന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് എന്താണ്? Vi(t) ലാപ്ലേസ് ട്രാൻസ്ഫോം V0(s) ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് Vi(s). ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് V0(s) എവിടെയാണ്? ഇതിൽ V0(s) വരുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V0(s). ഇൻപുട്ട് എന്താണ്? Vi(s). അപ്പൊ V0(s) ബൈ Vi(s) ആണ് കാണേണ്ടത്. ഇനി ഇത് കൂടെ കറണ്ടൊന്നും പോകുന്നില്ല, ഇത് ഓപ്പൺ ആണല്ലോ. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V0(s). അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. അപ്പൊ നമ്മുടെ V0(s) ഇതാണ്, Vi(s) ഇതാണ്. അപ്പൊ ഇതൊരു സീരീസ് ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ അല്ലേ? സീരീസ് ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ അല്ലെങ്കിൽ സീരീസ് RLC സർക്യൂട്ട് അല്ലേ? So this is a series. This is a series RLC circuit, and we need to find transfer function. എങ്ങനെയായിരിക്കും? ഒരു ഇൻഡക്ടർ ഉണ്ടാവും, ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ലൈക്ക് എങ്ങനെ വേണമെങ്കിലും അത് കണക്ട് ചെയ്യാം. ഇതിന് അക്രോസ് ഔട്ട്പുട്ട് എടുക്കും, ഇതിന് അക്രോസ് ഇൻപുട്ട്. ഇത് കൂടെ ഒരു കറണ്ട് ഒഴുകുമല്ലോ. ഇൻപുട്ട് വോൾട്ടേജ് കാരണം ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ട് എല്ലാത്തിലൂടെയും സെയിം ആയിട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അത് ലാപ്ലേസിലേക്ക് I(t) ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ I(s) ആവും. ഇൻഡക്ടർ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇത് Ls ആവും, ഇത് R തന്നെയാവും. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ 1/CS ആവും. പിന്നെ V ഉള്ളതൊക്കെ V(s) ആവും, V(t) ഉള്ളതൊക്കെ V(s) ആവും, I(t) ഉള്ളതെല്ലാം I(s) ആവും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ലാപ്ലേസിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. Okay, but let's start solving this. ഇവിടെ നമുക്ക് KVL യൂസ് ചെയ്യാം അല്ലെ? ഇവിടെ LS മാറും 1/CS ആണ്, പേടിക്കേണ്ടത് ഇമ്പിഡൻസ് ആണ്. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇപ്പൊ ഇവിടെ റെസിസ്റ്റർ ആണെങ്കിൽ V0(s) എന്താണ്? I(s) ഇൻടു റെസിസ്റ്റർ ആണ്. ഇവിടെ V0(s) കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ I(s) ഇൻടു ഇമ്പിഡൻസ് 1/CS. അപ്പൊ എന്തായിരിക്കും V0(s)? V0(s) എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അതെന്തായിരിക്കും? കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് 1/CS ആണ്. കപ്പാസിറ്റർ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻഡക്ടർ കൂടിയും റെസിസ്റ്റർ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് I(s) ആണ്. ബിക്കോസ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് 0 ആംപിയർ ആണ്. അപ്പൊ V0(s) is equal to 1/CS into I(s). That is equation number 1. ഇനി Vi(s) എന്താണ്? ഈ ലൂപ്പില് KVL അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് കൂടെ കറണ്ട് വരും അല്ലെ? Vi(s) ഉണ്ടെങ്കിൽ ഇത് കൂടെ കറണ്ട് I(s) പോവും. ആ കറണ്ട് ഇത് കൂടെ പോകുന്നുണ്ട്, ഒരു പ്ലസ് മൈനസ് ഡ്രോപ്പ്, ഇവിടെ ഒരു പ്ലസ് മൈനസ് ഡ്രോപ്പ്, നേരെ താഴത്തോട്ട് വരും, ഇവിടെ ഒരു പ്ലസ് മൈനസ് ഡ്രോപ്പ്. ഓംസ് ലോ തന്നെയാണ്. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് വരും ഇമ്പിഡൻസ്. എന്തായിരിക്കും? ഫസ്റ്റ് Vi(s) വരും, Vi(s) മൈനസ് ഇതെന്താണ്? I(s) ഇൻടു LS.
ls I of s. ഇതെന്താ പ്ലസ് മൈനസ് ആർ മൈനസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് മൈനസ് എന്തായിരിക്കും 1/cs ഇൻറ്റു ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ വി ഐ ഓഫ് എസ് നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, മറ്റേ ഐ ഓഫ് എസ് നമുക്ക് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി ഈ മൈനസ് ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവില്ലേ, എൽ എസ് പ്ലസ് ആർ പ്ലസ് 1/cs. Okay, that is equation number 2. What is transfer function? Output Laplace transform by input Laplace transform. അതെന്തായിരിക്കും? 1 by equation 1 divided by 2 ചെയ്താൽ എന്തായിരിക്കും? I of s by cs by ഇവിടെ ഒരു I of s ഉണ്ടാവും. നമുക്കത് LCM എടുത്താലോ? LCS square plus RCS plus 1/cs. Okay, I of s ഉം I of s ഉം cancel ചെയ്യും, ഈ CS ഉം ഈ CS ഉം cancel ചെയ്യും. അവസാനം എന്താ വരിക? 1/LCS square plus RCS plus 1. ഇതാണ് ഒരു സീരീസ് RLC സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കണം വാട്ട് ഇസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. അത് ക്വസ്റ്റനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എവിടെയാണ് ഔട്ട്പുട്ട് എവിടെയാണ് ഇൻപുട്ട് എന്നുള്ളത്. ഹോൾ സർക്യൂട്ട് എസ് ഡൊമെയിനിലേക്ക് മാറ്റുക, എൽ എന്നുള്ള സ്ഥലം എൽ എസ് ആക്കുക, ആറ് തന്നെ സി 1/cs ആക്കുക, വി ഐ ഓഫ് എസ് ആക്കുക. മറ്റേതൊക്കെ സെയിം ആണ്, എസ് ഡൊമെയിനിലായാലും സെയിം ആണ്, ഓംസ് ലോ പോലെ തന്നെയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു ഐ ഓഫ് എസ് അല്ലെങ്കിൽ കറണ്ട് ഇൻ ലാപ്ലേസ് ഇൻറ്റു ഇംപെഡൻസ്. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ V0 of s by VI of s നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/LCS square plus RCS plus 1. This is very important. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ കൺട്രോൾ സിസ്റ്റത്തിലും സിഗ്നൽസിലും എല്ലാം യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കോൺസെപ്റ്റിൽ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ. ഓക്കെ, so the transfer function V2 of s by V1 of s of the circuit shown below is. നേരത്തെ പോലെ തന്നെ ഒരു സീരീസ് സർക്യൂട്ട് ആണ്. ഇങ്ങനെയാ സർക്യൂട്ട് വരുന്നത്. അതിന്റെ ഈ പോർഷൻ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഔട്ട്പുട്ട് V2 of s and our transfer function is V2 of s by V1 of s. അപ്പൊ V2 of s എന്താണ്? ഈ രണ്ട് ഡ്രോപ്പും ഇതിന് അക്രോസിലെ ഡ്രോപ്പും ഇതിന് അക്രോസിലെ ഡ്രോപ്പും കൂടി സം ചെയ്താൽ V2 of s ആയി. V1 of s നമുക്കറിയാം, ഇവിടെ KVL അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഈ സർക്യൂട്ട് എസ് ഡൊമെയിനിലല്ല. ഇത് 100 മൈക്രോഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ്. ഇവിടെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിന് ആദ്യം നമ്മൾ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു കപ്പാസിറ്റർ സി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇറ്റ് വിൽ ബി എന്താ വരിക? 1/cs. അപ്പോ 100 മൈക്രോഫാരഡ് ആണെങ്കിൽ എന്തായിരിക്കും? 100 മൈക്രോഫാരഡ് ആണെങ്കിൽ 1/cs. 100 into 10 raised to minus 6 into s. 1 divided by 10 square into 10 raised to minus 6. 10 raised to minus 4 s. അതെന്തായിരിക്കും? 10 raised to 4 by s ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഈ കപ്പാസിറ്ററിന് പകരം എന്തായിരിക്കും? 1/cs. അതെന്താണ്? 10 raised to 4 by s. റെസിസ്റ്റർ എന്താണ്? 10 കിലോ എന്ന് പറഞ്ഞാൽ എന്താ? 10 into 10 raised to 3 ohm. 10 raised to 4 ohm ആണ്. ഇതെന്തായിരിക്കും? This is again എന്താ? 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണ്. Again 10 raised to 4 by s ആയിരിക്കും. ഇവിടെ VI of s അല്ലെങ്കിൽ V1 of s, ഇത് കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. Let it be I of s. ആ കറണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇനി ഇതില് ഈ ഒരു റെസിസ്റ്ററിന്റെ കപ്പാസിറ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എന്ത് വരുന്നത്? V2 of s. അപ്പൊ നമുക്ക് നേരത്തെ പോലത്തെ ഇക്വേഷൻ എഴുതാലോ. When we are applying KVL in the left side, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? KVL അറിയാലോ, സെയിം തന്നെയാണ്. ഇവിടെ റെസിസ്റ്ററിന് പകരം നമുക്ക് ഇംപിഡൻസ് എന്ന് മാത്രമേ ഉള്ളൂ. റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, കറണ്ട് ഇൻറ്റു ഇംപിഡൻസ്. I of s into 10 raised to 4 by s. ഇവിടെ I of s into 10 raised to 4. ഇവിടെ again I of s into 10 raised to 4 by s. അത്ര വ്യത്യാസം വരുള്ളൂ. ഓക്കെ,
അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? V1 of S minus I of S into 10 raised to 4 by S minus 10 raised to 4 I of S minus I of S into 10 raised to 4 by S is equal to 0. V1 of S ഒരു സൈഡിലും I of S മറ്റേ സൈഡിലും ആക്കാം. 10 raised to 4 by S plus 10 raised to 4 plus 10 raised to 4 by S ആക്കാം. അപ്പൊ V1 of S എന്താണ്? I of S into 2 into 10 raised to 4 by S ആക്കിക്കൂടെ? 10 raised to 4 by S plus 10 raised to 4 by S 2 into 10 raised to 4 by S plus 10 raised to 4. 10 raised to 4 common ആക്കിയാലോ? 10 raised to 4 I of S 2 by S plus 1. Okay. ഇങ്ങനെ കിട്ടും. This is equation number 1. Then what is this V2 of S? ഇതിന്റെ ക്ലോസ് ഡ്രോപ്പ് അല്ലേ? ഇപ്പൊ ഇവിടെ KVL അപ്ലൈ ചെയ്യാലോ. V2 of S minus 10 raised to 4 I of S minus 10 raised to 4 by S I of S is equal to 0 ആക്കാലോ. ആക്കിക്കൂടെ? ഓക്കെ, സോ നമുക്ക് ഇനി V2 of S എഴുതാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിൽ ഇപ്പൊ V1 of S ഇക്വേഷൻ 1 ആണ്. V2 of S ഇക്വേഷൻ കൂടി എഴുതാം. V2 of S minus റെസിസ്റ്ററിന് അക്രോസ് 10 raised to 4 I of S again കപ്പാസിറ്ററിന് അക്രോസ് എന്താണ്? minus 10 raised to 4 by S into I of S is equal to 0. So what is V2 of S? Is equal to I of S into 10 raised to 4 plus 10 raised to 4 by S. അപ്പോൾ V2 of S എന്താണ്? 10 raised to 4 I of S into 1 plus 1 by S. That is equation number 2. So let's divide equation number 2 divided by equation number 1. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ V2 of S by V1 of S is equal to V2 of S എന്താണ്? 10 raised to 4 I of S 1 plus 1 by S. നമുക്ക് S plus 1 by S ആയിട്ട് എഴുതിക്കൂടെ? Divided by മറ്റേ സ്ഥലത്ത് എങ്ങനെയായിരുന്നു? 10 raised to 4 I of S 2 by S plus 1 ആയിരുന്നു. ഇത് ഫുൾ ക്യാൻസൽ ആവും. S plus 1 by S divided by 2 plus S by S. നോക്ക്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. S plus 1 by S plus 2. ഓക്കെ, ഇത്രയും സ്ലോയില് പറഞ്ഞു പോകുന്നത് ക്ലാസ്സിൽ ഏതൊരാൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ക്ലിക്ക് ആവുന്നവര് 1.5 2 കാണുക, അല്ലാത്തവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻസ് ഒക്കെ നോക്കിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്. ഇംപിഡൻസ് ഫംഗ്ഷൻ എന്താണ്? ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കുന്ന ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ Z of S is equal to V of S by I of S. നമ്മൾ ക്ലാസ്സിൽ നോട്ട്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ is a ratio of voltage transform at one port to the current transform at the same port. ഇവിടുത്തെ വോൾട്ടേജിന്റെ ട്രാൻസ്ഫോം ബൈ ഇവിടുത്തെ കറണ്ടിന്റെ ട്രാൻസ്ഫോം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഒന്ന് ഒരു പോർട്ടിലെയുമാണ്, മറ്റേത് വേറെ പോർട്ടിലെയുമാണ്. ഒന്ന് ഇൻപുട്ടിലെയും ഒന്ന് ഔട്ട്പുട്ടിലെയും എന്ന പോലെ. പക്ഷെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്താണ്? രണ്ടും ഒരു പോർട്ടിലാണ്. ഈ പോർട്ടിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, ഈ പോർട്ടിൽ തന്നെ ഒരു കറണ്ട് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഫൈൻഡിങ് ഇക്വാലന്റ് ഇംപിഡൻസ് ഓഫ്, അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കാറില്ലേ? നിങ്ങൾ ഇവിടെ ഒരു ഇക്വാലന്റ് റെസിസ്റ്റൻസ് തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴും അല്ലാതെ പണ്ട് +2 പഠിക്കുമ്പോഴൊക്കെ ഇവിടുന്ന് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ എസ് ഇവിടെ ഇപ്പൊ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ റെസിസ്റ്ററും സീരീസ്, ആ കോമ്പിനേഷൻ ഇതിന്റെ പാരലൽ, അത് ഇതിന്റെ സീരീസ് എന്നൊക്കെ പറയുന്നില്ലേ? സെയിം പോലെ
ഇവിടെ എസ് എന്ന് കാണിക്കുന്നത് ഒരു ഇൻഡക്ടർ ആണ്. എസ് 1/CS അല്ലെ? ഓക്കെ. ഇപ്പൊ L 1 ആയതുകൊണ്ടായിരിക്കും എസ് വരുന്നത്. സി 1 ആയതുകൊണ്ടായിരിക്കും 1/S വരുന്നത്. 1/CS പകരം ഇത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് റെസിസ്റ്റൻസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഇതിന്റെ ഇക്വാലന്റ് ഇമ്പിഡൻസ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസും. അത് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ. ഈ എസും 1/S എന്താണ്? സീരീസിലല്ലേ? അപ്പൊ എസ് പ്ലസ് 1/S അത് S² പ്ലസ് 1/S ആവും. അതായത് എസും 1/S സീരീസിൽ. അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഇനി S² പ്ലസ് 1/S അല്ലെ? എസും 1/S സീരീസ്. അതിന്റെ റിസൾട്ടന്റ് ആണ് S² പ്ലസ് 1/S. ഈ S² പ്ലസ് 1/S എന്താ? പാരലൽ അല്ലേ? S² പ്ലസ് 1/S പാരലൽ അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? S² പ്ലസ് 1/S ഇൻറ്റു 1/S ഡിവൈഡഡ് ബൈ S² പ്ലസ് 1/S പ്ലസ് 1/S എന്തായിരിക്കും? S² പ്ലസ് 1/S² ഡിവൈഡഡ് ബൈ S² പ്ലസ് 2/S² അല്ലെ? അല്ല, S ആ വരിക. S² പ്ലസ് 1/S. അപ്പോ S² പ്ലസ് 1/S² ഇൻറ്റു S/S² പ്ലസ് 2. അപ്പോ വരുന്നത് എന്താണ്? ഇതും എസും ക്യാൻസൽ ആവും. അപ്പൊ എന്താ വരിക? S² പ്ലസ് 1/S ഇവിടെ ക്യാൻസൽ ആവുമ്പോൾ S³ പ്ലസ് 2S വരും. എന്താ വരിക? ഇതെന്താ വരുന്നത്? S² പ്ലസ് 1/S³ പ്ലസ് 2S വരും. എസും 1/S സീരീസ് ആണ്. S² പ്ലസ് 1/S. S പ്ലസ് 1/S ചെയ്യുമ്പോൾ S² പ്ലസ് 1/S. ആ S² പ്ലസ് 1/S പാരലൽ ആണ്. അപ്പോൾ S² പ്ലസ് 1/S ഇൻറ്റു 1/S ബൈ S² പ്ലസ് 1/S പ്ലസ് 1/S. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. നമുക്ക് ലാസ്റ്റ് S² പ്ലസ് 1/S³ പ്ലസ് 2S കിട്ടി. ആ സംഭവം എസും സീരീസ് അല്ലേ? അപ്പൊ ലാസ്റ്റ് സെഡ് ഇക്വാലന്റ് എന്ത് കിട്ടും? സെഡ് ഇക്വാലന്റ് ഇസ് ഈക്വൽ ടു S പ്ലസ് S² പ്ലസ് 1/S³ പ്ലസ് 2S. അത് S⁴ പ്ലസ് 2S² പ്ലസ് S² പ്ലസ് 1/S³ പ്ലസ് 2S. S⁴/3S² പ്ലസ് 1/S³ പ്ലസ് 2S. സിമ്പിൾ അല്ലേ? കാണുമ്പോ കോംപ്ലക്സ് ആണെന്ന് തോന്നുമെങ്കിൽ ഭയങ്കര സിമ്പിളാ. ഇപ്പൊ ഇവിടെ ഒരു 2 ohm 1 ohm 2 ohm നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇത് 2 പ്ലസ് 1 3 ohm. 3 ഇൻറ്റു 1/3 പ്ലസ് 1 അത് പ്ലസ് 2 അല്ലേ? സെയിം ഐഡിയ തന്നെയാണ്. നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി കമ്പ്യൂട്ടേഷണലി കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ. ജസ്റ്റ് ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ ഒരു പോർട്ടിലാണ്. ഇവിടുത്തെ വോൾട്ടേജ് ബൈ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ലൈക്ക് ഫൈൻഡിങ് ഇക്വാലന്റ് ഇംപിഡൻസ്. ഇതെല്ലാം നോക്ക് എസ് ഡൊമെയിനിലല്ല. LS ആക്കണം, 1/CS ആക്കണം, R ആക്കണം. ആദ്യം അത് ചെയ്യണം. എന്നിട്ട് നോക്കിയേ, LS പാരലൽ 1/CS പാരലൽ R. ഈ പാരലൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? സീരീസ് അല്ലേ കുറച്ചും കൂടി എളുപ്പം അല്ലേ? നമുക്കത് എളുപ്പമാക്കിയാലോ? എല്ലാ ക്വസ്റ്റ്യനും ഇത് പറ്റില്ല. പാരലൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിന്റെ Z ഇക്വാലന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി Z ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ ഇറ്റ് വിൽ ബി LS 1/CS R. R തന്നെ. ZS. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ZS is equal to LS parallel to 1/CS parallel to R ചെയ്യാം. LS into 1/CS by അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. അഡ്മിറ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് Y(S) ഒക്കെ ആയിട്ടാണ് പുസ്തകങ്ങളിൽ എഴുതുക. അത് 1/Z(S) ആണ്. ഓക്കെ.
അത് നമ്മളിപ്പോ ഒരു 2 ഓം ആണെങ്കിൽ ഇതിന്റെ അഡ്മിറ്റൻസ് എന്താ 1/2 ആണ്. ഇത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ്, ഇത് 1/2 ആണ്. അപ്പോ ഈ ഇങ്ങനെ ഇങ്ങനെ 3 എണ്ണം ഇതിപ്പോ സീരീസിലാന്ന് വിചാരിച്ചോ. ഇത് സീരീസിലാണെങ്കിൽ ഇതിന്റെ ഇമ്പിഡൻസ് എന്താണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ, 1/CS. ഇതിങ്ങനെ സീരീസിലാണെങ്കിൽ ഒരു ഇപ്പൊ സീരീസിലും പാരലലും ഒക്കെ ആയിട്ട് ഡിഫറെന്റ് കോൺഫിഗറേഷനിലാവും. കംപ്ലീറ്റ് സീരീസിലാണ് ആറും LS-ഉം 1/CS-ഉം കംപ്ലീറ്റ്ലി സീരീസിലാണെങ്കിൽ Z of S എന്തായിരിക്കും? R plus LS plus 1/CS. ഇങ്ങനെ ആയിരിക്കും. അതുപോലെ LS 1/CS R. ഇതിന്റെ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാം. ഇതിന്റെ അഡ്മിറ്റൻസ് ഫൈൻഡ് അഡ്മിറ്റൻസ് ഫസ്റ്റ് and Z of S is easily 1/Y of S. 3 പാരലൽ അല്ലെങ്കിൽ 4 പാരലൽ കുറെ സംഭവങ്ങൾ പാരലൽ ആവുമ്പോൾ റെസിസ്റ്റൻസിനേക്കാളും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോ ഇതിലെന്ന് വെച്ചാൽ ഇത് പ്ലസ് ഇതല്ലേ. അപ്പൊ അഡ്മിറ്റൻസ് ഇങ്ങനത്തെ കേസിൽ Y of S will be directly sum of Y1 of S plus Y2 of S plus Y3 of S. Y1 of S എന്ന് പറയുന്നത് ഇതിന്റെ അഡ്മിറ്റൻസ്. വാട്ട് ഇസ് അഡ്മിറ്റൻസ്? 1 റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 1 ഇമ്പിഡൻസ്. Y1 of S ഇവിടെ 1/LS, ഇവിടെ CS, ഇവിടെ 1/R. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 പാരലൽ കോൺഫിഗറേഷനിലാണെങ്കിൽ, 3 ഇതുപോലെ പാരലൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ ടഫ് ആണ്. സോ വാട്ട് വി വിൽ ഡു, നമ്മൾ ആ ഓരോ ആർമിലെയും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിലെയും ഇമ്പിഡൻസിന് LS 1/CS R ഇമ്പിഡൻസ് ആണ്. ഓരോ ബ്രാഞ്ചിലെയും ഇമ്പിഡൻസിനെ അഡ്മിറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെ അഡ്മിറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെ അഡ്മിറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും? അപ്പൊ മൊത്തം നമ്മൾ ഇനി Y of S ഇക്വാലന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. Z of S V of S by I of S ആണെങ്കിൽ Y of S is equal to I of S by V of S അല്ലെങ്കിൽ 1/Z of S. പാരലൽ ഒക്കെ പാരലൽ ആണെങ്കിൽ Y of S ആണ്. Y of S is easy. അപ്പൊ ഇവിടെ എന്താണ്? ഇൻഡക്ടർ അല്ലേ, LS അല്ലേ, 1/LS ആക്കി. നെക്സ്റ്റ് കപ്പാസിറ്റർ ആണ്, CS അല്ലേ, സോറി 1/CS അല്ലേ, അപ്പൊ CS ആക്കി. റെസിസ്റ്റർ എന്താണ്? R എന്നുള്ളത് 1/R ആക്കി. എന്നിട്ട് ഇത് ചുമ്മാ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ നിങ്ങൾക്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പോ 1 plus LCS square by LS plus 1/R, R plus LCS square plus LS by RLS. ഇനി Z of S കണ്ടുപിടിക്കാൻ പറഞ്ഞ എളുപ്പല്ലേ, തിരിച്ചിട്ടാ പോരെ. 1/Y of S അല്ലേ, RLS by LCS square plus LS plus R. ഓക്കെ, 3 എണ്ണം സീരീസിലാണെങ്കിൽ 2 ohm 1 ohm 1 ohm നമ്മൾ ഇത് ചെയ്യും, 2 plus 1 plus 1. ഇനി ഒരു 2 ohm 1 ohm 1 ohm പാരലൽ ആണെങ്കിൽ പാരലൽ കണ്ടുപിടിക്കണേക്കാളും എളുപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ഓരോ ബ്രാഞ്ചിന്റെയും ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് Y of S ആഡ് ചെയ്യുക, എന്നിട്ട് Z of S 1/Y of S ചെയ്യുക. ഇതാണ് അതിന്റെ അപ്രോച്ച്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാണ്. ഫൈൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ V2 of S by V1 of S. ഒരു S ഉണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇവിടെ എല്ലാം S ലാ തന്നിരിക്കുന്നത്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇൻഡക്ടർ, ഒരു റെസിസ്റ്റർ, ഒരു ഇൻഡക്ടർ, റെസിസ്റ്റർ. ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇവിടെയാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറന്റ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? V2 of S by V1 of S. ഇവിടെ ഓപ്പൺ അല്ലേ, നമ്മൾ ഇതിനെ കുറിച്ച് വോൾട്ടേജ് എടുക്കുന്നേ ഉള്ളൂ.
അതാണ് V2 of S എന്ന് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല, കറണ്ട് ഇല്ല. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അസ്യൂം ചെയ്താൽ മതി. ഇൻപുട്ട് ഇതാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അല്ലെ. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, എന്നാലും ഔട്ട്പുട്ട് ഉള്ളൂ. ഇൻപുട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഇത് കൂടിയൊക്കെ പോകും. ഈ 1 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അത് ഇൻറ്റു 1 ആണ് ഔട്ട്പുട്ട്. ഇത്തരം കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്യും? അപ്പോ ഇതിൽ കൂടി എന്തായാലും കറണ്ട് ഒഴുകുന്നില്ല, ഓപ്പൺ സർക്യൂട്ട് അല്ലേ. ഇവിടെ എന്തായാലും കറണ്ട് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻപുട്ട്, ഇറ്റ് ഷുഡ് സപ്ലൈ സം കറണ്ട്. ഈ I1 of S ഇവിടെ എത്തുമ്പോൾ രണ്ട് പാത്തിലൂടെയും പോകും. അപ്പൊ കറണ്ട് ഡിവിഷൻ റൂൾ ഇങ്ങനെ പോയിട്ട് S കൂടെ പോയിട്ട് 1 കൂടെ പോകും. അപ്പൊ കറണ്ട് I of S ഇവിടെ എത്തുമ്പോ, സോറി I1 of S ഇവിടെ എത്തുമ്പോ രണ്ട് മാർഗങ്ങളാണ് കറണ്ടിനുള്ളത്. ഒന്ന് 1 ഉണ്ട്, ഒന്ന് ഇവിടെ S1, അതായത് S+1 ഉണ്ട്. അപ്പൊ ഒരു സൈഡില് 1 ഉണ്ട്, മറ്റേ സൈഡില് S+1 ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കറണ്ട് ഡിവിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. S ഒന്ന് മേലെ ഒന്ന് 1 താഴെയാണ്. ഇതിനെ ക്രോസ് ആണ് V2 of S. V2 of S ഇതിനെ ക്രോസ് ആണ്. ഞാനിങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ട് V2 of S തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് വേണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 1ന് ക്രോസിലെ കറണ്ട് എന്താണ്? കറണ്ട് ത്രൂ 1 ഓം എന്താണ്? ടോട്ടൽ കറണ്ട് I1 of S ഇൻറ്റു അപ്പുറത്തെ ഇമ്പിഡൻസ് S+1 ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് S+1+1. I1 of S ഇൻറ്റു S+1 ബൈ S+2 അല്ലേ. അപ്പോ അത്, അപ്പൊ ബാക്കി കറണ്ട് എന്താ? കറണ്ട് ത്രൂ S-ഉം 1-ഉം അതെത്രയാണ്? ടോട്ടൽ കറണ്ട് I1 of S ഇൻറ്റു മറ്റേ 1 ബൈ 1 പ്ലസ് S+1 S+2. ഇങ്ങനെയല്ലേ വരുന്നേ? ഓക്കെ. അപ്പൊ V2 of S എന്താണ്? ഈ കറണ്ട് ത്രൂ S,1 എന്ന് പറയുന്നത് ഈ കറണ്ട് ആണ്. അപ്പോ V2 of S is equal to ആ കറണ്ട് എന്താണ്? I1 of S by S+2 into 1 ohm. അത് ഇക്വേഷൻ 1 ആണ്. ഇനി V1 of S നമുക്ക് KVL യൂസ് ചെയ്യാം. V1 of S minus S I1 of S minus 1 ohm കൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ്? 1 into S+1 by S+2 I1 of S is equal to 0. V1 of S is equal to I1 of S into S+1 by S+2. ഓക്കെ, അതെന്തായിരിക്കും? അപ്പോ ഇവിടെ എന്താണ്? V2 of S ഇതാണ് അല്ലേ. അപ്പൊ V2 of S by V1 of S എന്താണ്? രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? V1 of S ഉണ്ട്, S1 ഒരു കറണ്ട് വരും, അത് രണ്ട് ഭാഗത്തോട് സ്പ്ലിറ്റ് ആവും. ഇവിടുത്തെ ഇമ്പിഡൻസ് 1 ആണ്, ഇവിടുത്തെ ഇമ്പിഡൻസ് S+1 ആണ്. ഇവിടെ വേറൊരു കറണ്ട് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ സെയിം കറണ്ട് ലെസ്സിൽ കൂടി 1 കൂടി ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പാത്തായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് I1 of S ഇവിടെ വരുന്നു, ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ 1 ഓമിന്റെ പാത്ത് കാണുന്നു, വേറൊരു പാത്തിൽ ഒരു ഇൻഡക്ടറും അതിന് സീരീസ് ആയിട്ടൊരു 1 ഓം ഉണ്ട്. അപ്പൊ കറണ്ട് അക്രോസ് 1 ഓം എന്താണ്? ടോട്ടൽ കറണ്ട് ഇൻറ്റു അപ്പുറത്തെ സൈഡ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്. കറണ്ട് അക്രോസ് ഈ ഒരു S-ന് 1 കൂടി ഒഴുകുന്ന കറണ്ട് എന്താണ്? I1 of S ഇൻറ്റു മറ്റേ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ് ബൈ 1 പ്ലസ് S+1. ഓക്കെ, 1 by 1 plus, okay, whatever. അപ്പൊ നമുക്ക് V2 of S എന്താണ്? ഈ 1 ഓം ഇൻറ്റു ഈ I of S, 1 തന്നെയാണ് 1 കൂടെ ഫ്ലോ ചെയ്യുന്നത്. V2 of S എന്താണ്? I of S, 1, അതായത് ഈ സാധനം ഇൻറ്റു 1. V1 of S എന്താ? KVL യൂസ് ചെയ്യും. V1 of S minus S I1 of S minus 1 ഇൻറ്റു ഇത് കൂടെ പോകുന്ന കറണ്ട് is equal to ഇത്. ഇത് രണ്ടും കൂടി നമുക്ക് സോൾവ് ചെയ്താൽ what we will get? ഈസി ആയിട്ട് നമുക്ക് ഒന്നും വേണ്ട, ചുമ്മാ V2 of S by V1 of S ഡിവൈഡ് ചെയ്താൽ I1 of S by
s plus 2 divided by I1 of s into s plus 1 by s plus 2. അതെത്ര കിട്ടും? 1 by s plus 2 divided by s square plus 2s plus s plus 1 by s plus 2, 1 divided by s square plus 3s plus 1. എന്താ കിട്ടുന്നത്? 1 by s square plus 3s plus 1. കംഫർട്ടബിൾ ആയോ? അതോ ഇനി കുറച്ചും കൂടി പ്രോബ്ലംസ് കൂടുതലും പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഇന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരും. ഓക്കെ.